കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ ആദ്യമായി അറിയിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ നിന്നും സത്യാന്വേഷികളായ ചില പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആരെയും മുറിവേൽപ്പിക്കുവാനോ തരം താഴ്ത്തുവാനോ ഉള്ള ഉദ്ദേശത്തിലല്ല. ചില സത്യങ്ങൾ ഇവിടെ തുറന്നു പറയുന്നു എന്ന് മാത്രം. നേരെ ഫയർ ബാപ്റ്റിസം അഥവാ അഗ്നി അഭിഷേകം എന്ന വിഷയത്തിലേക്ക് കടക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ യോർദാൻ നദിക്കരയിൽ സ്നാനമേൽക്കുവാൻ വന്നവരെ യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തി. വന്നവർ നല്ല മനസ്സോടെ സ്നാനമേൽക്കുവാൻ വന്നവരായിരുന്നു. എന്നാൽ അവനാൽ സ്നാനമേൽക്കുവാൻ വന്ന പരീശന്മാരോടും ശാസ്ത്രിമാരോടും യോഹന്നാൻ ചോദിച്ചു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാര്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. തുടരുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിൽ ഇട്ടുകളയുന്നു. യോഹന്നാൻ പിന്നെയും പറഞ്ഞു, എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. ഇവിടെ യോഹന്നാൻ പറഞ്ഞ സ്നാനം രണ്ട് സ്നാനമാണ്. ഒന്നാമത്തേത് പരിശുദ്ധാത്മ സ്നാനം, രണ്ടാമത്തേത് തീയിൽ ഉള്ള സ്നാനം. ഈ രണ്ട് സ്നാനവും കഴിപ്പിക്കുന്നത് തനിക്ക് പിന്നാലെ വരുന്ന യേശു കർത്താവാണെന്നാണ് യോഹന്നാൻ അവിടെ വ്യക്തമാക്കുന്നത്. 12-ാം വാക്യം വായിക്കാതെയാണ് പലരും, പ്രത്യേകിച്ച് ചില മോഡേൺ പെന്തക്കോസ്തുകാരും കരിസ്മാറ്റിക്കുകാരും മറ്റും പരിശുദ്ധാത്മ സ്നാനത്തെ തീയിലുള്ള സ്നാനമായി ചിത്രീകരിച്ച് രണ്ടും ഒന്നാണെന്നും, അല്ലെങ്കിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ കുറെ കൂടെ ഏതോ ശ്രേഷ്ഠമായ മാനിഫെസ്റ്റേഷൻ ആണ്, അഥവാ പ്രകടനമാണ് തീയാലുള്ള സ്നാനം എന്നും ഒക്കെ പഠിപ്പിക്കുന്നത്. 4 തരം സ്നാനങ്ങൾ പുതിയ നിയമത്തിൽ കാണാം. മാനസാന്തര സ്നാനം, വിശ്വാസ സ്നാനം, പരിശുദ്ധാത്മ സ്നാനം, തീയാലുള്ള സ്നാനം. 4-ാമത്തെ സ്നാനമായ തീയിലുള്ള സ്നാനമാണ് പലപ്പോഴും ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നത്. യോഹന്നാന്റെ സ്നാനം കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിന് മുമ്പുള്ള മാനസാന്തര സ്നാനമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ പുനരുത്ഥാനം പ്രാപിച്ചു വന്ന കർത്താവ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാനുള്ള കൽപ്പന ശിഷ്യന്മാർക്ക് കൊടുത്തതോടുകൂടെ പുതിയ നിയമ സ്നാനം അഥവാ വിശ്വാസ സ്നാനം പ്രാബല്യത്തിൽ വന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എഫേസോസിൽ മാനസാന്തര സ്നാനം മാത്രം ഏറ്റിരുന്ന യോഹന്നാന്റെ ശിഷ്യന്മാരെ പൗലോസ് വിശ്വാസ സ്നാനത്തിലേക്ക് നടത്തുന്നത് കാണാം. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റവരുടെ മേൽ പൗലോസ് കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയും അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തതായി കാണുന്നു. അത് പരിശുദ്ധാത്മ സ്നാനം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം മുതൽ ഈ പരിശുദ്ധാത്മ സ്നാനം നമുക്ക് കാണുവാൻ കഴിയും. 4-ാമത്തെ സ്നാനവും യോഹന്നാൻ പറഞ്ഞതുമായ തീയുടെ സ്നാനമാണ് പരിശുദ്ധാത്മാവിന്റെ സ്നാനവുമായി കൂട്ടിക്കുഴച്ച് അഗ്നിസ്നാനമെന്നും അഗ്നി അഭിഷേകമെന്നും ലിക്വിഡ് ഫയർ എന്നും പില്ലർ ഫയർ എന്നും മറ്റു പേര് പറഞ്ഞ് കുറെ ഉണർവ് വീരന്മാർ ദൈവവചനത്തെ കോട്ടിക്കളയുന്നത്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം മാത്രം എടുത്ത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്
ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. 12-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി തീയുടെ സ്നാനത്തെ കുറിച്ച് യോഹന്നാൻ അവിടെ വിസ്തരിക്കുന്നുണ്ട്. കർത്താവ് വീശുമുറം ഉപയോഗിച്ച് കളത്തെ വെടിപ്പാക്കി കതിരും പതിരും തമ്മിൽ, അല്ലെങ്കിൽ നല്ലതും തീയതും തമ്മിൽ, അല്ലെങ്കിൽ കൊള്ളാവുന്നതും കൊള്ളരുതാത്തതും തമ്മിൽ, കൊള്ളാവുന്നവനും കൊള്ളരുതാത്തവനും തമ്മിൽ, അല്ലെങ്കിൽ ശരിയായ മാനസാന്തരവും ശരിയല്ലാത്ത മാനസാന്തരവും തമ്മിൽ വേർതിരിച്ച് ഗോതമ്പ് അഥവാ നല്ലത് കളപ്പുരയിൽ കൂട്ടുകയും കൊള്ളരുതാത്ത പതിര് ഇടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുമെന്നാണ് യോഹന്നാൻ പറയുന്നത്. ഇവിടെ കർത്താവിന്റെ കയ്യിലുള്ള വീശുമുറമാണ് കതിരും പതിരും തമ്മിൽ വേർതിരിക്കുന്നത്. കളം ഒരു വ്യക്തിയുടെ ജീവിതത്തെ കുറിക്കുമ്പോൾ വീശുമുറം പാറ്റലിന്, ഫാനിങ് അല്ലെങ്കിൽ പരിശോധനയാണ് കാണിക്കുന്നത്. ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ, കർത്താവിന്റെ കയ്യിലുള്ള വീശുമുറം അഗ്നിശോധനയെ അഥവാ തീയാലുള്ള സ്നാനത്തെ കാണിക്കുന്നു. യോബ് പറയുന്നത് ശ്രദ്ധിക്കൂ, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. കീടം മാറി പൊന്ന് പുറത്തു വരുന്നതാണ് ഈ സ്നാനം. കൊള്ളരുതാത്ത പതിര്, ചുട്ടുകളയുന്ന തീയ് ദുഷ്ടന്മാർക്കുള്ള ന്യായവിധിയുടെ തീയാണ്. യോഹന്നാൻ പറഞ്ഞ ഈ വാക്കുകൾക്ക് വലിയ ഒരു ഫാർ റീച്ചിങ് ഇഫക്റ്റ് ആണ് ഉള്ളത്. അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം ശ്രദ്ധിക്കൂ. കഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയം എടുത്തു കാണിക്കുന്നു. ആ ദിവസം അതിനെ വെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും. എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അത്രേ. ചുരുക്കത്തിൽ യോഹന്നാൻ പറയുന്ന തീയുടെ സ്നാനവും അഗ്നി അഭിഷേകക്കാർ പറയുന്ന ഫയർ ബാപ്റ്റിസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവ രണ്ടും രണ്ട് വ്യത്യസ്ത സ്ഥാനങ്ങളാണ്, സ്നാനങ്ങളാണ്. അടുത്തതായി ഫയർ ബാപ്റ്റിസക്കാർ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാത്തിരുന്നവരുടെ മേൽ പതിഞ്ഞ അഗ്നി നാവുകളെ തീയുമായി ബന്ധപ്പെടുത്തിയാണ് ന്യായീകരിക്കുന്നത്. ഓർക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഒരിടത്തും തീ ആയിട്ടോ തീയോട് ഉപമിച്ചോ പറയുന്നില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ തീ എപ്പോഴും ന്യായവിധി അഥവാ കൺസ്യൂമിങ് ഫയറായിട്ടാണ് കാണുന്നത്. പെന്തക്കോസ്ത് നാളിൽ കാത്തിരുന്നവരുടെ മേൽ പതിച്ചത് അഗ്നിയല്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അഗ്നിയായി വന്നതല്ല. പരിശുദ്ധാത്മാവ് മറ്റെല്ലായിടത്തും വന്നതുപോലെ, കാണുന്നത് പോലെ പരിശുദ്ധാത്മാവായിട്ട് തന്നെയാണ് അവരുടെ മേൽ വന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നും ഒരു മുഴക്കം. കാറ്റല്ല, കൊടിയ കാറ്റടിക്കുന്നത് പോലെയുള്ള മുഴക്കം ആകാശത്ത് നിന്ന് ഉണ്ടാകുന്നു. അത് ഭൗമിക മുഴക്കമല്ല, സ്വർഗീയമാണ്, സ്വർഗീയ മുഴക്കമാണ്. ആ മുഴക്കം കൂടിയിരുന്നവരെ അല്ല, അവർ കൂടിയിരുന്ന വീടിനെയാണ് നിറച്ചത്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ,
അഗ്നിജ്വാലയല്ല, അഗ്നിജ്വാല പോലെ മനുഷ്യന് തോന്നിക്കുന്ന നാവുകൾ. ആ നാവുകൾ ഭൗമികമല്ല, സ്വർഗീയമായിരുന്നു, സ്വർഗത്തിൽ നിന്ന് വന്നതായിരുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, പോലെ എന്ന് നാം സാധാരണ പറഞ്ഞാൽ അതുപോലെ ഇരിക്കും, എന്നാൽ അതല്ല എന്നാണ് അർത്ഥം. ആ പദപ്രയോഗം പ്രത്യേകം അവിടെ ശ്രദ്ധിക്കണം. പോലെ, ദൈവത്തിന് സ്തോത്രം. സ്വർഗീയമായതും ഭൗമികമായതും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരതിശ്രേഷ്ഠ സംഗമം ആയിരുന്നു അന്ന് മാളിക മുറിയിൽ ഉണ്ടായത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ക്രിസ്തുയേശുവിൽ ഒന്നാക്കി തീർക്കുന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥയുടെ ഒരു തുടക്കം. അഗ്നിജ്വാല പോലെ അവരുടെ മേൽ പതിഞ്ഞ നാവുകൾ, അവരുടെ നാവിന്മേൽ പതിഞ്ഞ പുതിയ ഭാഷയായിരുന്നു. ടങ് അഥവാ നാവ്, ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷയാണ് ഉദ്ദേശിക്കുന്നത്. മാളിക മുറിയിൽ കൂടിയിരുന്ന ഗലീലക്കാർ 15-ൽ പരം രാജ്യക്കാരുടെ സംസാര ഭാഷയാണ് വളരെ വ്യക്തമായി സംസാരിച്ചത്. മുഴക്കം കേൾക്കുകയും പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ പതിയുകയും ചെയ്തതിനൊപ്പം അവർ പരിശുദ്ധാത്മാവിൽ നിറയുകയും അന്യഭാഷയിൽ സംസാരിക്കുകയുമായിരുന്നു. അവരെ നിറച്ചത് അഗ്നി നാവുകൾ അല്ല, മറിച്ച് പരിശുദ്ധാത്മാവായിരുന്നു. അവരുടെ മേൽ പകരപ്പെട്ട കൃപാവരമായിരുന്നു വിവിധ ഭാഷകളുടെ വരം. പ്രസ്തുത ഭാഗത്ത് 2-ാം വാക്യത്തിൽ മുഴക്കം കേൾക്കുകയും 3-ാം വാക്യത്തിൽ അഗ്നിനാവുകൾ അവരുടെ മേൽ പതിയുകയും ചെയ്തപ്പോൾ 4-ാം വാക്യത്തിൽ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന് വായിക്കുന്നു. ചരിത്രത്തിൽ അതിന് മുമ്പോ അതിന് പിമ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനി തീയുടെ സ്ഥാനത്തെ പറ്റി കർത്താവ് പറയുന്നത് കേൾക്കൂ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ സെബദി മക്കൾ കർത്താവിനോടൊരു കാര്യം അപേക്ഷിക്കുന്നു. കർത്താവേ, അല്ലെ ഗുരുവേ, നിന്റെ മഹത്വത്തിൽ വരുമ്പോൾ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ നിന്റെ ഇടത്തും ഇരിക്കുവാൻ വരം നൽകണം. മറുപടിയായി കർത്താവ് അവരോട് ചോദിച്ച ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ? അവിടെ കൊണ്ട് തീർന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, എങ്കിലും എനിക്കൊരു സ്നാനം ഏൽക്കുവാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞരങ്ങുന്നു. നാളുകൾക്ക് മുമ്പേ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ യോർദാൻ നദിയിൽ സ്നാനമേൽക്കുകയും അവിടെ വെച്ച് തന്നെ നദിയുടെ കരയിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്ത യേശു, നദിയിൽ വെച്ചോ തന്നെ യേശു വേറെ ഏത് സ്നാനം ഏൽക്കുന്ന കാര്യമാണ് പറയുന്നത്? Already he's been baptized and now he's talking about another baptism that he has to go through. ഇത് ഏത് ബാപ്റ്റിസമാ? ഞാൻ പറയട്ടെ, ആ സ്നാനം മറ്റൊന്നുമല്ല, താൻ കടന്നു പോകുവാൻ പോകുന്ന അഗ്നിശോധന. ഗതസമനയിൽ തുടങ്ങി ഗബധ വഴി ഗോൽഗോഥ വരെയുള്ള കഷ്ടാനുഭവം. അതേ അഗ്നിസ്നാനം. ലിക്വിഡല്ല, പില്ലറല്ല, സോളിഡ് ഫയർ ബാപ്റ്റിസം, അക്ഷരികമായ അഗ്നിശോധന. കർത്താവിന് ശേഷം ശിഷ്യന്മാരും പിന്നീട് വിശുദ്ധന്മാർ അനേകരും ഈ അഗ്നിസ്നാനമേറ്റ് അല്ലെങ്കിൽ തീയിൽ കൂടെ ശുദ്ധീകരിക്കപ്പെട്ട് വെളിയിൽ വന്നു. ഇന്നും ആയിരങ്ങൾ ഈ സ്നാനത്തിൽ കൂടെ കടന്ന് പൊക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വേറെ ചിലർ അഗ്നിസ്നാനത്തിന്റെ പേര് പറഞ്ഞ് തങ്ങളെ തന്നെയും ദൈവസഭയെയും
ദൈവവചനത്തെയും വഞ്ചിക്കുന്നു. അനേക പാവപ്പെട്ട ദൈവമക്കൾ ഇതിന്റെ എല്ലാം ഇടയിൽ കിടന്ന് ഏതാണ് സത്യം ഏതാണ് അസത്യം എന്നറിയാതെ വലയുന്നു. എത്ര കേട്ടാലും പഠിക്കാത്ത, എത്ര കേട്ടിട്ടും പഠിക്കാത്ത കുറെ പെണ്ണുങ്ങൾ മാത്രമല്ല, കുറെ ആണുങ്ങളും എവിടെ എന്ത് കേട്ടാലും അതിനു പുറകെ ഓടുന്നു. പിന്നെ പൗലോസ് അപ്പോസ്തലൻ ഇത്തരക്കാരെ കുറിച്ച് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ കാര്യം ഓർക്കുമ്പോൾ ഒരല്പം ആശ്വാസത്തിന് വകയുണ്ട്. അതിങ്ങനെയാണ്, ഇപ്രകാരമാണ് അവിടെ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്: പിന്നെ എന്ത്? നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ.